അരിയില്ലെങ്കിലും ഈസ്റ്റ് ഇല്ലെങ്കിലും ഇനിയിപ്പോൾ അരി ഉണ്ടെങ്കിൽ തന്നെ അരി വെള്ളത്തിടാൻ മറന്നണെങ്കിലും ഒന്നും ഇനിയിപ്പോൾ ആരും ബേജാറാവണ്ട കേട്ടോ. നമുക്ക് ഇതേപോലെ നിറച്ച് ഹോൾസുള്ള നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞാൻ 1.5 കപ്പ് അരിപ്പൊടി വെച്ച് കണ്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പൊ നിങ്ങളെ വീട്ടിൽ അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം നിങ്ങൾ ഗോതമ്പപ്പൊടി വെച്ച് ചെയ്താലും നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും. പക്ഷെ അരിപ്പൊടി വെച്ചുകാണ്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ പെരീത്തെ കുട്ടികൾക്കൊക്കെ നല്ല തൃപ്തിയാകുക. അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചുകൊണ്ടാണ് ചെയ്യണത്. അപ്പൊ ഞാനിതാ ഈ ഒരു കപ്പിന് ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തുകാണ്ട് ഇതാ മിക്സിന്റെ ജാറിക്കാണ്ട് ഇട്ടുകൊടുത്തിക്കണേ. ഇനി നമുക്ക് ഇതിക്ക് വെള്ളത്തിന്റെ കണക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നല്ല ഓട്ടോട്ടുള്ള ഈ ഒരു അപ്പുണ്ടല്ലോ, നമുക്ക് ഓട്ടാടൊക്കെ തിന്ന് മടുത്തോൽക്കും ഇനിയിപ്പോൾ ഓട്ടാട് ശരിയാകണില്ല എന്നുള്ള ബേജാറുള്ളവർക്കൊക്കെ ഈ ഒരു പഞ്ഞിക്കെട്ട് ഓട്ടോട്ടപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കട്ടോ. ഓട്ടടാവുമ്പോൾ പിന്നെ നമുക്ക് പത്തിരിച്ചട്ടി വേണം, ഒക്കെ വേണം. ഇതാവുമ്പോൾ പിന്നെ അതിനൊന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ ഈ ഒരു മിക്സിന്റെ ജാർക്ക് 1 കപ്പ് വെള്ളം പറഞ്ഞെടുത്തേണ്. പക്ഷെ ഇത് നേരെ കൊണ്ടുപോയി അരച്ചെടുക്കണ്ട. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം മേലെ നിൽക്കണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടുട്ടോ. നല്ല അടിയിലൊക്കെ നല്ല ഉണങ്ങിയ കട്ട പിടിച്ച പൊടി ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് എനിക്ക് തോന്നിയിട്ട് ഏകദേശം 1/2 കപ്പ് വെള്ളത്തിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പരീക്ഷണം നടത്തണ്ട. ഒരു 1.5 കപ്പ് പച്ചരിൻ്റെ പൊടിക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇത് അതിലേക്ക് നല്ല ഒരു മട്ടം ഒരു ടേസ്റ്റും ഒരു സോഫ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചോറ്, ആ ഒരു 1/2 കപ്പ് ചോറും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്നും കൂടി ഇളക്കട്ടോ. ഇപ്പൊ ഇത് നല്ല വെള്ളം പോലായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഈ ഒരു ചോറൊക്കെ നല്ലോണം ഇതിലിങ്ങോട്ട് അരിഞ്ഞിങ്ങോട്ട് വരുമ്പോണ്ടല്ലോ നല്ല തിക്ക് ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇനി ഇതിക്ക് ലേശം ഉപ്പും കൂടി ആണ്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഉപ്പിന്റെ കണക്കൊക്കെ ഇപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും അറിയാലോ ഉപ്പ് എത്ര വേണ്ടതെന്ന്. അപ്പൊ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണിന്റെ താഴെ കണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ ഉപ്പിന്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിക്ക് നിങ്ങൾ കറി ഉണ്ടാക്കേണ്ടി ഉപ്പൊന്ന് കുറഞ്ഞ് ചാച്ചിയാണെന്നും ടെൻഷൻ ആവണ്ട. അപ്പൊ കറി ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല നമുക്ക് അച്ചേൽക്കന്നെ തിന്നാൻ പറ്റുന്ന ഒരു കടിയാണ്. അപ്പൊ ഇതിക്ക് കറിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പൊ കറിയിട്ട് ഉണ്ടാക്കണില്ല. അപ്പൊ എന്താ വെച്ചാല് ഉപ്പൊക്കെ പാകത്തിന് ഇട്ടെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്താൽ ഈ ഒരു മട്ടത്തിന് നമുക്കിട്ട് കിട്ടുട്ടോ. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒക്കെ ചേർക്കാണ്ട്, പക്ഷെ തേങ്ങ ഞാൻ നേരം വെളുക്കുമ്പോഴാട്ടെ ചേർക്കുക. രാത്രിയിൽ തന്നെ തേങ്ങ ഇടണോലും ഇട്ടെടുത്തോളി. പക്ഷെ രാവിലെ ആ തേങ്ങ ആണ്ട് കൂട്ടിയിട്ട് നമ്മൾ ഇതിങ്ങോട്ട് ചുട്ടാൽ തേങ്ങ ഒന്ന് അരക്കൊക്കെ വേണം. അപ്പൊ അതൊക്കെ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാ, ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതിപ്പോ രാത്രിയിലാണ് അരക്കണത്. അപ്പൊ രാത്രിയിലായതുകൊണ്ട് നമുക്ക് രാവിലെ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യും കൂടി ആകുമ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല പഞ്ഞിക്കെട്ടായിട്ട് നമുക്ക് ഈ ഒരു മാവ് കിട്ടും. അപ്പൊ ഈ ഒരു മാവ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിക്ക് ഈസ്റ്റോ ഉഴുന്നോ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുക്കണം എന്താ വെച്ചാൽ ഒരല്പം ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അതായത് അപ്പക്കാരം, നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല അപ്പക്കാരം ലേശം ഇട്ട് കൊടുത്തോളി. അത് ഇട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു വേനൽക്കാലത്താണ്, നല്ല കൊട്ടം വേനലാണ്, മാർച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ അപ്പക്കാരില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഒരു മഴക്കാലമായതുകൊണ്ട് കുറച്ച് അപ്പക്കാരൊക്കെ അതും ഒരുപാട് വേണ്ട കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണോ ഒക്കെ അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ ആ ഒരു അപ്പക്കാരും ആ ഒരു ഉപ്പും ഒക്കെ നല്ലോണം അങ്ങോട്ട് മിക്സ് ആയതിൻ്റെ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ നോക്കേണ്ടി നല്ലോണം പഞ്ഞിക്കെട്ടായിട്ട് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എത്രയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഓട്ടടമാവ് ഉണ്ടാവില്ലേ, ആ ഒരു ഇതിലാട്ട ബാറ്ററിന്റെ ആ ഒരു കൺസിസ്റ്റൻസി. പക്ഷെ നമ്മൾ എന്താണ് ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഇതിൽ ഉണ്ടാക്കരുത്. അപ്പോൾ കട്ടിയായിട്ട് പോവും. നമുക്ക് നല്ല ഓട്ടോട്ടുള്ള നല്ല നേരെ അപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് ഞാൻ ഒന്ന് മൂടി വെച്ച് ഏകദേശം നമ്മൾ നേരം പോലത്തെ എണീറ്റപ്പോൾ നല്ല മട്ടത്തിൽ ഒരുപാട് പൊങ്ങൂല കേട്ടോ. നമ്മൾ ഉഴുന്നും മീസ്റ്റൊക്കെ ഉണ്ടാക്കി അരച്ച് വെക്കണ മാതിരി ഒന്നും പൊങ്ങൂല. പിന്നെ നിങ്ങൾക്ക് നല്ലോണം പഞ്ഞിക്കെട്ടാവണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ലേശം കൂടി അപ്പക്കാരം ഏറെ ചേർത്തോളി. അപ്പോൾ ഈ അപ്പക്കാരെന്ന് പറഞ്ഞ സാധനം വലിയൊരു സംഭവം മുതലൊന്നല്ല. അത് ഇടക്കൊക്കെ നമുക്കൊന്ന് വയറ്റിക്കായി വെച്ച് കുഴപ്പമില്ലെങ്കിലും പിന്നെ അതിനായിട്ട് ഒരുങ്ങണ്ട കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇനി നോക്കിയാണെങ്കിൽ ഞാൻ ലേശം തേങ്ങ ഒരു 1/2 മുറിന്റെ താഴെ തേങ്ങ ഒരു 1.5 കപ്പ് അരിപ്പൊടി അരിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണത്. എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അതിക്കൊരു 1/4
മുക്കാ തേങ്ങല്ല, ഒരു മുറിന്റെ മുക്കാ ഭാഗം തേങ്ങ ചിരകികാണ്ട് ഇതാ ഒരു മിക്സിന്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇത് നമുക്ക് ലേശം വെള്ളം മാത്രം പാർന്നുകാണ്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം അരിഞ്ഞെടുക്കണ്ട, ഒരുപാട് വെള്ളം വേണ്ട. എങ്ങനെ വെച്ചാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചുകാണ്ട് നല്ലോണം ഒന്നിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ നല്ലോണം തേങ്ങ അരിയണ മാത്രം വേണ്ട, ചെറുതായിട്ടൊരു പീരുണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നല്ലൊരു ടേസ്റ്റാണിതാ. ഒന്നിങ്ങനെ നുറുങ്ങി അരിഞ്ഞിട്ടേ ഉള്ളൂ, ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് അരിഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഫൈനായിട്ട് അരിഞ്ഞതിനേക്കാളും നല്ലത് നമുക്ക് ചെറുതായിട്ടൊരു തരിതരി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു അപ്പം ഭയങ്കര ടേസ്റ്റായിട്ടും നല്ലൊരു സോഫ്റ്റായിട്ടൊക്കെ നമുക്ക് കിട്ടുക. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ ചെറുക്കി ഇട്ട് കൊടുത്തോളി. പക്ഷെ നമുക്കിത് നല്ല ഹോൾസ് ഉള്ള നല്ല പിനിയായിട്ട് നമ്മളെ തേനീച്ചക്കൂട് കാണില്ല അതേപോലെ ഹോൾസ് കിട്ടണം എന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് നല്ലോണം ഒതുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഇതിലൊന്ന് മിക്സ് ആകുമ്പോൾ ഇത് നമുക്കിങ്ങനെ ഒന്നുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചായൻ്റെ കടിയാണ്. ഇനിയിപ്പോൾ ചപ്പാത്തി, ദോശ, പുട്ട്, ഇഡ്ഡലി ഒക്കെ നമ്മളിങ്ങനെ കഴിച്ച് ഇങ്ങനെ മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് പിന്നെ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ തന്നെ വെള്ളപ്പത്തിൻ്റെ പോലെ നല്ല പുളിച്ച മാവ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി കടിയാണ് കേട്ടോ. അപ്പം ഞാൻ അത് ചുട്ടെടുക്കണം എന്താ വെച്ചാൽ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ്. അപ്പം അതുകൊണ്ട് നമുക്കിതിൽ എണ്ണ തടവേ ഒന്നും വേണ്ട. പിന്നെ എണ്ണ തടവാനുള്ള ഗുണം എന്താ വെച്ചാൽ ഒന്നും കൂടെ നല്ലോണം ഹോൾസ് വരും ചെയ്യും. ഇതാ അപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും വേണ്ടട്ടോ. ഒന്ന് വെച്ചതിൻ്റെ ശേഷം ഹോൾസ് വന്നതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയമാകുമ്പോഴേക്കും നമുക്ക് ഇത് കുത്തിയെടുക്കാം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഇപ്പോൾ അടിഭാഗം നല്ല ഓട്ടടൻ്റെ മാതിരി മുരിച്ചിൽ വന്നിട്ടുള്ള പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഓട്ടടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം മാത്രം കുറച്ച് നനച്ച് ചായയിലൊക്കെ കുത്തിയിട്ടൊക്കെ അല്ലേ കൊടുക്കുക. പക്ഷെ ഇതാവുമ്പോൾ ഇതിൻ്റെ ആ ഓട് ഭാഗം വരെ നമുക്ക് കൊടുക്കട്ടോ. അത്രക്കും നല്ലൊരു ഇതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഹോൾസ് ഉണ്ട് അല്ലേ, എന്തോ ഒരു ഭംഗി. ഇതിപ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്നാലോ ഇതിന് ആ ഒരു തേങ്ങ അരച്ച് കൂട്ടിയതുകൊണ്ടുണ്ടല്ലോ ഇത് നമ്മൾ ഒന്ന് തിന്നുകാണ്ട് നമുക്ക് മതിയാക്കാമെന്നൊന്നും കരുതാൻ പറ്റില്ല. ഈ അരി ഭക്ഷണമൊക്കെ രാവിലെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുക എന്നല്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് തിന്നാത്തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ തിന്നാൻ തോന്നും. അപ്പം അങ്ങനെ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത ആളുകളൊക്കെ ടേസ്റ്റ് കുറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ചോറ് കുറേ തിന്നാതെക്കാൻ വേണ്ടിയിട്ട് ചോറുക്ക് നല്ലൊരു കൂട്ടം ഉണ്ടാക്കാതെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു ഐഡിയ എന്ന് പറഞ്ഞ പോലെ. ഇത്രയും നല്ല ടേസ്റ്റുള്ള ചായൻ്റെ കടി ഉണ്ടാക്കണതിനേക്കാളും നല്ല ഉണ്ടാക്കാതിരിക്കുക. കാരണം ഇത് നമുക്ക് ഉണ്ടാക്കി തിന്നാൽ നമ്മൾ പിന്നെയും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും. പക്ഷെ ഇത് തിന്നാൽ പിന്നെയും തിന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇതിക്കൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ പറയാനുമില്ല. പക്ഷെ ചിക്കനും ബീഫൊക്കെ ഇതിക്ക് കൂട്ടി എന്തെങ്കിലും ഒരു കറി ഇതിക്ക് കൂട്ടി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കറിൻ്റെ ടേസ്റ്റ് വരുമ്പം ഇതിൻ്റെതായിട്ടുള്ള ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടാതെ പോകും കേട്ടോ. അപ്പോൾ കറി വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കാം, ചിലർക്ക് പിന്നെ കറി ഇല്ലാതെ പറ്റൂല. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചായൻ്റെ കടിയാണ്. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, അടിഭാഗം ഒന്ന് കരിഞ്ഞുപോയി ഒന്നും ആയിട്ടില്ല, നല്ല സോഫ്റ്റും അടി നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്രിസ്പി ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതുണ്ടല്ലേ, എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഈസ്റ്റോ ഉഴുന്നോ ഒന്നും വേണ്ടേനും. ഇനിയിപ്പോൾ മഴക്കാലമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നല്ലോണം പൊങ്ങി കിട്ടേണ്ട ഒരു ആവശ്യമില്ല, കുറച്ച് മാത്രം പൊങ്ങിയാലും മതി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു ചായൻ്റെ കടിക്ക് നിങ്ങൾ ഒരു ലൈക്കൊക്കെ തരീട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഈ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, ഓലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും, ഓലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള സിമ്പിളായിട്ട് നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കാനും ഇഷ്ടത്തോടു കൂടി കഴിക്കാനൊക്കെ പറ്റുന്ന ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ളതും അരിപ്പൊടി വെച്ചിട്ടും ഗോതമ്പപ്പൊടി വെച്ചിട്ടും എല്ലാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും
ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളെ ഫോണിൻ്റെ നടുവിൽ അങ്ങോട്ട് വന്നിക്കൂട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബും അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഇനി മറന്ന് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് അങ്ങോട്ട് കൊടുത്താൽ അതെല്ലാവരേക്കും എത്തും, എല്ലാവർക്കും ഇത് ഉണ്ടാക്കുകയും ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു തേങ്ങ കരച്ചതും ഒക്കെ ആകുമ്പോൾ പിന്നെ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും വെള്ളപ്പത്തിൻ്റെ ആ ഒരു പുളി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയ ഇതിലും നല്ലൊരു ചായൻ്റെ കടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് തന്നെ പറയട്ടോ, അത്രക്കും ടേസ്റ്റാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടെ പൊളിച്ച് പോവും, അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട്. കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.